നമസ്കാരം. പ്രധാന വാർത്തകൾ. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ മരണം. രണ്ടാമത്തെ കുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതെന്ന് പോലീസ്. കമിതാക്കൾ കസ്റ്റഡിയിൽ. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു. ആനുകൂല്യങ്ങൾക്കും സബ്സിഡികൾക്കും തടസ്സമാകുന്നത് കേന്ദ്ര നയങ്ങളെന്ന് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്ര നയങ്ങൾ നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നും മന്ത്രി. പാലക്കാട്ട് ചെറുകിട റൈസ്, ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ഇടവക വികാരിക്ക് സസ്പെൻഷൻ. ഷൊർണൂർ CSI പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. ആരാധനയിൽ നിന്ന് 70ഓളം പേർ വിട്ടുനിന്നു. ശമ്പള കുടിശ്ശിക ഉടൻ നൽകുമെന്ന ക്ഷേത്രം അധികൃതരുടെ ഉറപ്പിൽ. മണ്ണൂർ കായ്മകുന്നത്തുകാവിലെ പ്രതിഷ്ഠാദിനത്തിൽ ക്ഷേത്രം വെളിച്ചപ്പാടും ഭാര്യയും നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു. നിലമ്പൂരിലെ തോൽവി ഭരണവിരുദ്ധ വികാരമല്ലെന്ന CPM നിലപാടിനെ തള്ളി CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ തുറന്നുപറച്ചിൽ LDFൽ ചർച്ചയാകും. പന്ന്യന്റെ വിമർശനം CPI സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ. നിലമ്പൂരിലെ പരാജയം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ തുറന്നു പറഞ്ഞത് പറളിയിൽ നടന്ന CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിൽ. ഓങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. മഞ്ഞളുങ്ങലിൽ വീട് കുത്തി തുറന്ന് കവർച്ച. ചാവക്കാട്ട് കന്നുകാലി കച്ചവടത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന പതിവാക്കിയ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ സ്കൂട്ടർ തോട്ടിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. അപകടം ചേലക്കോടിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയോടെ. മരിച്ചത് വെങ്ങാനല്ലൂർ സ്വദേശി മിഥു. കല ആഡംബര വസ്തുവല്ലെന്നും അതിജീവനത്തിന്റെ ആയുധമാണെന്നും പൂക്കാസ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ്. മെച്ചപ്പെടാനുള്ള മനുഷ്യന്റെ ശ്രമമായും കലയെ നിർവചിക്കാം. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം സെമിനാർ. വാർത്തകൾ വിശദമായി. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ മരണം. രണ്ടാമത്തെ കുട്ടിയെ കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണെന്ന് പോലീസ്. കവിതാക്കളായ കുട്ടികളുടെ അമ്മ വെള്ളിക്കുളങ്ങര സ്വദേശി 23 വയസ്സുള്ള അനീഷ, അച്ഛൻ 25 വയസ്സുള്ള ഭവിൻ എന്നിവരെ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ്. ശാസ്ത്രീയ പരിശോധനകളും പുരോഗമിക്കുകയാണ്. ആദ്യ കുട്ടി ജനിച്ച ഉടൻ തന്നെ മരിച്ചിരുന്നതായാണ് അമ്മയായ അനീഷയുടെ മൊഴി. കുട്ടിയുടെ മൃതദേഹം മറ്റാരും കാണാതെ അനീഷ സ്വന്തം വീട്ടിൽ മറവ് ചെയ്തു. മൃതദേഹം അഴുകിയതോടെ ഭവിൻ്റെ നിർദ്ദേശപ്രകാരം അസ്ഥികൾ വീട്ടിലെത്തിച്ചു നൽകി. രണ്ടാമത്തെ കുഞ്ഞ് ജനിച്ച ഉടൻ കൊലപ്പെടുത്തി സ്വന്തം സ്കൂട്ടറിൽ മൃതദേഹം ഭവിൻ്റെ വീട്ടിൽ എത്തിച്ചു നൽകി എന്നാണ് പോലീസ് പറയുന്നത്. ഇരു മൃതദേഹങ്ങളിൽ നിന്നും അസ്ഥികളെടുത്ത് സൂക്ഷിച്ചത് സുഹൃത്തുക്കളോടും പറഞ്ഞിരുന്നു. മരിച്ച കുട്ടികൾക്ക് അന്ത്യകർമ്മം ചെയ്യാനാണ് അസ്ഥി സൂക്ഷിച്ചതെന്ന് ഭവിൻ അനീഷയെ വിശ്വസിപ്പിച്ചു. അനീഷയുമായുള്ള ബന്ധം പിരിയേണ്ടി വന്നാൽ അസ്ഥികൾ ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്താമെന്നും പ്രതി കരുതിയിരുന്നതായി പോലീസ് പറഞ്ഞു. അനീഷും ഭവിനും തമ്മിൽ 2020 അടുപ്പത്തിലായത്. ബന്ധം പ്രണയത്തിലേക്ക് വഴിമാറി. ഇതിനിടയിലാണ് കുട്ടികൾ ജനിക്കുന്നത്. 2021 ആദ്യ പ്രസവം. രണ്ടാമത്തെ പ്രസവം 2024. 2024 അവസാനത്തോടെ ഇരുവരും തമ്മിൽ അകന്നു. ഇത് ചൊല്ലിയുള്ള തർക്കങ്ങൾക്കൊടുവിലാണ് നടുക്കുന്ന സംഭവം പുറത്തുവരുന്നത്. ചാലക്കുടി DYSPയുടെ നേതൃത്വത്തിലാണ് കേസന്വേഷണം. ഫോറൻസിക് പരിശോധനകളും ശാസ്ത്രീയ പരിശോധനകളും കേസിൽ തുടരുമെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളുടെ ബന്ധുക്കളെയും സുഹൃത്തുക്കളെയും ചോദ്യം ചെയ്യാനും അന്വേഷണ സംഘം തീരുമാനിച്ചിട്ടുണ്ട്. രണ്ടുപേരും കുട്ടിയുടെ അമ്മയെന്ന് കരുതപ്പെടുന്ന സ്ത്രീ പറയുന്നത് ആദ്യത്തെ കുട്ടി ജനിച്ചപ്പോൾ തന്നെ മരിച്ചിരുന്നു. കഴുത്തിൽ പൊക്കിൾ കൂടി ചുറ്റിയിരുന്നു. അപ്പം വയറ്റിൽ വെച്ച് തന്നെ 2 ദിവസം മുമ്പ് തന്നെ അനക്കമില്ലായിരുന്നു എന്നൊക്കെ പറയുന്നു. അത് പ്രാഥമികമായിട്ട് പറയുന്ന കാര്യങ്ങൾ പരിശോധിക്കാനുണ്ട്. രണ്ടാമത്തെ കുട്ടി അതും ഇതുപോലെ മരണപ്പെട്ടാണ് വന്നത്. ഞങ്ങളിപ്പോൾ ഇന്നിപ്പോൾ നടത്തിയ വേറെ ഇൻവെസ്റ്റിഗേഷൻ ഞങ്ങൾ ശാസ്ത്രീയമായിട്ട് കുറേ ചോദ്യം ചെയ്ത് കുറേ കാര്യങ്ങൾ വെരിഫൈ ചെയ്തതിൽ രണ്ടാമത്തത് സ്വാഭാവിക മരണമല്ല, അതവർ കൊന്നത് തന്നെയാണ്. രണ്ടാമത്തെ കുട്ടി അവർ കരയാൻ തുടങ്ങി, ശ്വാസം മുട്ടിച്ചു പോയി. കസ്റ്റഡിയിലെടുത്ത പ്രതികളുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ആനുകൂല്യങ്ങൾക്കും സബ്സിഡികൾക്കും തടസ്സമാകുന്നത് കേന്ദ്ര നയങ്ങളാണെന്ന് വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. പാലക്കാട്ട് ചെറുകിട റൈസ്, ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. മിക്ക കാര്യങ്ങളിലും കേന്ദ്ര നയങ്ങളോട് വിയോജിപ്പുണ്ടെങ്കിലും ഈ നയങ്ങൾ നടപ്പാക്കാതിരിക്കാനാകില്ലെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. കേന്ദ്ര നയത്തിൻ്റെ ഭാഗമായി രാജ്യത്ത് ലക്ഷക്കണക്കിന് ചെറുകിട വ്യവസായങ്ങളാണ് അടച്ചുപൂട്ടിയത്. വൈദ്യുതി വ്യവസായ മേഖലയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും നിർത്തലാക്കുകയാണ്. സബ്സിഡി ഇല്ലാതാക്കണമെന്നതാണ് കേന്ദ്ര നയം. വൈദ്യുതി മേഖലയിലെ കേന്ദ്ര നിർദ്ദേശങ്ങൾ പാലിക്കാതിരിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. കേന്ദ്ര നയം നടപ്പിലാക്കിയാൽ ഉപഭോക്താക്കൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ ഇല്ലാതാകും. ഇത്തരം പ്രതിസന്ധികൾക്കിടയിലും
സംസ്ഥാന സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന സേവനങ്ങൾ നൽകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു. അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ആർ ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ആർ ശിവദാസ്, ട്രഷറർ എ ചന്ദ്രൻ, എം വിശ്വനാഥൻ, സംസ്ഥാന ഭാരവാഹികളായ ഹരീന്ദ്രനാഥ് കോഴിക്കോട്, ജയചന്ദ്രബാബു കൊല്ലം, പുരുഷോത്തമൻ ഷൊർണൂർ, പി ഉണ്ണികൃഷ്ണൻ, ശിവദാസൻ എന്നിവർ പ്രസംഗിച്ചു. 10 HP മോട്ടോർ ഉപയോഗത്തിന് നൽകിയ ആനുകൂല്യം 20 HP ലഭ്യമാക്കുക, ചെറുകിട മില്ലുകളെ കാർഷിക ചെറുകിട വ്യവസായമായി പ്രഖ്യാപിക്കുക, ലൈസൻസ് നടപടികൾ ലഘൂകരിക്കുക, ഫീസ് ഏകീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ സമ്മേളനം ഉന്നയിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. നിലമ്പൂരിലെ തോൽവി ഭരണവിരുദ്ധ വികാരമല്ലെന്ന CPM നിലപാടിനെ തള്ളി CPI നേതാവ് പന്ന്യൻ രവീന്ദ്രന്റെ തുറന്നുപറച്ചിൽ LDFൽ ചർച്ചയാകും. CPI സമ്മേളനങ്ങളിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെയാണ് പന്ന്യന്റെ തുറന്നുപറച്ചിൽ. പന്ന്യൻ രവീന്ദ്രന്റെ നിലപാടിന് മറുപടി പറയാൻ CPM തയ്യാറായിട്ടില്ല. CPI പാലക്കാട് മണ്ഡലം സമ്മേളനം ഉദ്ഘാടനം ചെയ്യാനെത്തിയപ്പോഴാണ് നിലമ്പൂരിലെ പരാജയം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ തുറന്നു പറഞ്ഞത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിനു ശേഷം CPM നടത്തിയ അവലോകന യോഗ നിലപാടിന് വിരുദ്ധമാണ് LDFലെ രണ്ടാം കക്ഷിയായ CPIയുടെ പ്രധാന നേതാവിൻ്റെ തുറന്നു പറച്ചിൽ. നിലമ്പൂരിലെ തെരഞ്ഞെടുപ്പിൽ CPIയെ വേണ്ടവിധം പരിഗണിച്ചില്ലെന്നും സഹകരിപ്പിച്ചില്ലെന്നുമുള്ള വിമർശനം നേരത്തെ തന്നെ ഉയർന്നിരുന്നു. CPI സമ്മേളനങ്ങളിൽ CPI കൈയാളുന്ന വകുപ്പുകളെ മനഃപൂർവ്വം സർക്കാർ അവഗണിക്കുന്നുവെന്ന വിമർശനം ശക്തമായി ഉയരുന്ന സാഹചര്യത്തിൽ കൂടി പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ തുറന്നുപറച്ചിലിന് CPIക്കകത്തും പുറത്തും സ്വീകാര്യത വർദ്ധിക്കുകയാണ്. കൃഷിവകുപ്പിനെയും സിവിൽ സപ്ലൈസിനെയും നിരന്തരം സർക്കാർ അവഗണിക്കുകയാണെന്ന വികാരമാണ് CPI സമ്മേളനങ്ങളിൽ ഉയർന്നു വരുന്നത്. ധനവകുപ്പ്, ആരോഗ്യം, വനം തുടങ്ങിയ വകുപ്പുകൾക്കെതിരെയും ജനഹിതമല്ലാത്ത സർക്കാർ പദ്ധതികൾക്കെതിരെയും CPI സമ്മേളനങ്ങളിൽ രൂക്ഷമായ വിമർശനം ഉയരുന്നുണ്ട്. CPI സമ്മേളനങ്ങളിലെ പ്രതിനിധി ചർച്ചകളോടും വിമർശനങ്ങളോടും ചേർന്നു നിൽക്കുന്നതാണ് പന്ന്യൻ രവീന്ദ്രന്റെ തുറന്നുപറച്ചിൽ. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടവക വികാരിക്ക് സസ്പെൻഷൻ. ഷൊർണൂർ CSI പള്ളിയിൽ വിശ്വാസികൾ പ്രതിഷേധിച്ചു. ഞായറാഴ്ച ആരാധനയിൽ നിന്ന് വിശ്വാസികൾ വിട്ടുനിന്നു. ഇടവക വികാരിയെ സസ്പെൻഡ് ചെയ്ത നടപടിയിൽ പ്രതിഷേധിച്ച് 70ഓളം വിശ്വാസികളാണ് ആരാധനയിൽ നിന്ന് വിട്ടുനിന്നത്. സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ ആരാധനയിൽ പങ്കെടുക്കില്ല എന്നാണ് ഇവരുടെ തീരുമാനം. CSI കൊച്ചിൻ മഹാ ഇടവകയുടെ ഷൊർണൂർ സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവകയിൽ കഴിഞ്ഞ 2 വർഷത്തോളം സേവനമനുഷ്ഠിച്ചിരുന്ന റവറൻ ഷിനു എബ്രഹാം എന്ന വികാരിയെ അടിസ്ഥാന വിരുദ്ധമായ ആരോപണങ്ങൾ ചാർത്തി സ്ഥലം മാറ്റുകയും പിന്നീട് സസ്പെൻഡ് ചെയ്യുകയുമാണ് ഉണ്ടായതെന്ന് പ്രതിഷേധിച്ച വിശ്വാസികൾ പറഞ്ഞു. ഈ ഞായറാഴ്ച 100 പേരോളം പങ്കെടുക്കുന്ന ഈ ഞായറാഴ്ച 10-15 പേരാണ് ഇന്ന് ആരാധനയിൽ പങ്കെടുത്തിട്ടുള്ളൂ. എന്തായാലും ഞങ്ങൾ ഈ ഷിനു അച്ഛന് നീതി കിട്ടുന്നത് വരെ ഞങ്ങൾ ഈ സമരം, ഈ പ്രതിഷേധം തുടർന്നു കൊണ്ടുപോകും. അതാണ് ഞങ്ങളുടെ കൂട്ടായ തീരുമാനം. പങ്കെടുക്കില്ല ഞങ്ങൾ. അതാണ് ഞങ്ങളുടെ ഉറച്ച തീരുമാനം. അധികാരികൾ കണ്ണു തുറക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പ്രതിഷേധം നടത്തുന്നത് തന്നെ. അത് കിട്ടുന്നത് വരെ, അവരതിനൊരു തീരുമാനം എടുക്കുന്നത് വരെ ഞങ്ങൾ ഈ പ്രതിഷേധവുമായി മുൻപോട്ട് പോകും. നിലവിലെ മഹാ ഇടവക അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ ചില നീക്കങ്ങൾക്കെതിരെയാണ് പ്രതിഷേധം. സെന്റ് പോൾസ് പ്രോ കത്തീഡ്രൽ ഇടവക ജനങ്ങളും സഭയിലെ വിവിധ സംഘടനകളും സംയുക്തമായി ഞായറാഴ്ച സഭ ബഹിഷ്കരിക്കുകയും പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കുകയും ചെയ്തു. പുതിയതായി രൂപീകരിച്ച മഹാ ഇടവക ഭരണസമിതിയുടെ നീതിപൂർവമല്ലാത്ത ദ്രോഹ നടപടികൾ അവസാനിപ്പിച്ച് റവറൻ ഷിനു എബ്രഹാമിൻ്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതുവരെ പ്രതിഷേധം തുടരുമെന്ന് സഭാജനങ്ങളും പ്രതിഷേധ യോഗത്തിന് നേതൃത്വം നൽകുന്നവരും അറിയിച്ചു. ഫലപ്രദമായിരുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ ഇവിടെ പ്രതിഷേധത്തിന് എത്തിയവരിൽ ബഹുഭൂരിപക്ഷം വരുന്ന സഭാജനങ്ങളുമുണ്ട്. അതായത് ഇന്ന് സഭയിൽ ആരാധനയിൽ പങ്കെടുത്ത 10-15 പേരാണ്. അതിനുള്ള ബാക്കിയുള്ള ഒരു 90% ആളുകളും അച്ഛൻ്റെ കൂടെ നിൽക്കുന്നുണ്ട്. അച്ഛൻ പോയിട്ടുള്ള കഞ്ചിക്കോട് സഭയിൽ നിന്നും അച്ഛന് വേണ്ട സപ്പോർട്ടും കാര്യങ്ങളും കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ വസ്തുത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മഹാ ഇടവകയുടെ കൃത്യമായ ഒരു അജണ്ട, അതായത് കൃത്യമായ ഒരു രാഷ്ട്രീയത്തോടെ അച്ഛനെ വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യമാണ് കണ്ടുവരുന്നത്. അപ്പോൾ അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. കാരണം നീതി നിഷേധിക്കപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ സഭയുടെ ഭാഗത്തു നിന്നും സമൂഹത്തിൽ നിന്നും പ്രതിഷേധിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ അതിനുവേണ്ടി മുന്നോട്ട് വരികയാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ സ്കൂട്ടർ തോട്ടിലേക്ക് മറിഞ്ഞ യുവാവിനെ ദാരുണാന്ത്യം. വെങ്ങാനല്ലൂർ സ്വദേശി 28 വയസ്സുള്ള മിഥുനാണ് മരിച്ചത്. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ ചേലക്കോട് സെന്ററിന് 300 മീറ്റർ അകലെ
ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് നിയന്ത്രണം വിട്ട സ്കൂട്ടർ പാതയോരത്ത് തോട്ടിലേക്ക് മറിഞ്ഞത്. അപകടത്തിൽ വെങ്ങാനല്ലൂർ സ്വദേശി 28 വയസ്സുള്ള മിഥുൻ മരണപ്പെട്ടു. ചേലക്കര ഭാഗത്തു നിന്ന് പഴയന്നൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന സ്കൂട്ടറാണ് അപകടത്തിൽപ്പെട്ടത്. സെവൻത് ഡേ ആശുപത്രിയിൽ സഹപ്രവർത്തകൻ രാഹുലിനെ സന്ദർശിക്കാൻ രാഹുലിൻ്റെ ഉടമസ്ഥതയിലുള്ള സ്കൂട്ടറിൽ സഞ്ചരിക്കുമ്പോഴാണ് അപകടം. രാത്രികാല പട്രോളിംഗ് നടത്തിയിരുന്ന പോലീസ് സംഘത്തെ മറ്റൊരു കാർ യാത്രികനാണ് അപകട വിവരം അറിയിച്ചത്. ഉടൻ തന്നെ നാട്ടുകാരും പോലീസും ചേർന്ന് മിഥുനെ ചേലക്കര താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് ജീവോദയ ആശുപത്രിയിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. സർക്കാർ ഉദ്യോഗാർത്ഥികളെ വഞ്ചിക്കുന്നു എന്നത് വെറും വ്യാജ പ്രചരണമെന്ന് കെ ബാബു MLA. പാലക്കാട്ടെ PSC എംപ്ലോയീസ് യൂണിയൻ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു MLA. രാജ്യത്ത് ഏറ്റവുമധികം സർക്കാർ മേഖലയിൽ തൊഴിൽ നൽകിയത് PSCയിലൂടെയാണെന്നും കെ ബാബു MLA ചൂണ്ടിക്കാട്ടി. കാലത്തിനനുസരിച്ച് PSCയെ നവീകരിച്ചത് LDF സർക്കാരിൻ്റെ നേട്ടമാണ്. നേട്ടങ്ങൾ കാണാതെ പോവുകയും കോട്ടങ്ങളെ പർവ്വതീകരിക്കലുമാണ് സമൂഹത്തിൽ നടക്കുന്നതെന്നും MLA പറഞ്ഞു. യൂണിയൻ ജില്ലാ പ്രസിഡന്റ് മനേഷ് N. കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി B. ബിജു, ജില്ലാ സെക്രട്ടറി A. രമേഷ്, SSCTO ജില്ലാ ചെയർമാൻ K. മഹേഷ്, KSTA ജില്ലാ സെക്രട്ടറി K. അജില, അരുൺകുമാർ, മനോജ്, സാജു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഓങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. മഞ്ഞളുങ്കലിൽ വീട് കുത്തി തുറന്ന് പണവും വിലപിടിപ്പുള്ള വസ്തുക്കളും കവർന്നു. പേരോക്കര ശ്രീസദനിൽ മുരളീധരന്റെ വീട്ടിലാണ് കവർച്ച നടന്നത്. മുരളീധരനും കുടുംബവും ചെന്നൈയിലാണ് താമസം. ഇന്ന് രാവിലെ വീട് വൃത്തിയാക്കാൻ ജോലിക്കാരി എത്തിയപ്പോഴാണ് വാതിൽ കുത്തിത്തുറന്ന നിലയിൽ കണ്ടത്. തുടർന്ന് അയൽക്കാരെ വിവരമറിയിച്ചു. പട്ടാമ്പി പോലീസും സ്ഥലത്തെത്തി. പരിശോധനയിൽ മുൻവാതിലിൻ്റെ പൂട്ട് തകർത്ത് വാതിൽ പൊളിച്ച നിലയിലായിരുന്നു. മുറികളിലെ അലമാരകൾ കുത്തിത്തുറന്ന് വലിച്ചു വാരിയിട്ടിരുന്നു. അലമാരയിൽ സൂക്ഷിച്ച 8000 രൂപയും നിലവിളക്കുകളും ബാത്റൂമുകളിലെ സ്റ്റീൽ പൈപ്പുകളും നഷ്ടമായി. കഴിഞ്ഞ കുറച്ച് നാളുകളായി പ്രദേശത്ത് നിരവധി മോഷണങ്ങൾ നടന്നിട്ടുണ്ട്. മോഷണം പതിവായ സാഹചര്യത്തിൽ പ്രദേശവാസികൾ വലിയ ആശങ്കയിലാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കന്നുകാലി കച്ചവടത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന പതിവാക്കിയ യുവാവ് പിടിയിൽ. തൊഴിയൂർ പൊട്ടത്തറയിൽ വീട്ടിൽ 30 വയസ്സുള്ള മുബഷിറാണ് 40 ഗ്രാം MDMAയുമായി ചാവക്കാട് എക്സൈസിന്റെ പിടിയിലായത്. തൊഴിയൂർ വെളുത്താട്ടിൽ ഫ്ലവർ മിൽ റോഡിന്റെ കിഴക്ക് ഭാഗത്ത് റോഡരികിൽ വെച്ച് ഇയാളെ പിടികൂടിയ എക്സൈസ് സംഘം തുടർന്ന് നടത്തിയ പരിശോധനയിൽ 40 ഗ്രാം MDMA കണ്ടെത്തുകയായിരുന്നു. രഹസ്യവിവരം ലഭിച്ചതിനെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് പ്രതിയെ പിടികൂടിയതെന്ന് ചാവക്കാട് എക്സൈസ് ഇൻസ്പെക്ടർ CJ റിൻഡോ പറഞ്ഞു. 20 വർഷത്തോളം ശിക്ഷ ലഭിക്കുന്ന വിധത്തിലാണ് ഇയാൾക്കെതിരെ കേസെടുത്തിട്ടുള്ളത്. കന്നുകാലി വിൽപ്പനയുടെ മറവിൽ MDMA പോലുള്ള ലഹരി വസ്തുക്കൾ കടത്തിക്കൊണ്ടുവന്ന് വിദ്യാർത്ഥികൾക്കും ഇതര സംസ്ഥാന തൊഴിലാളികൾക്കുമാണ് ഇയാൾ വിൽപ്പന നടത്തിയിരുന്നത്. നേരത്തെ ഗുരുവായൂർ ടെമ്പിൾ പോലീസും ലഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട് മുബഷീറിനെ പിടികൂടിയിരുന്നു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാമകൃഷ്ണൻ, പ്രിവൻറ്റീവ് ഓഫീസർമാരായ ബാഷ്പജൻ, TR സുനിൽ, അബ്ദുൾ റഫീഖ് എന്നിവരും പ്രതിയെ പിടികൂടിയ സംഘത്തിലുണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഗ്ലാസ് തകർത്ത് 1.5 ലക്ഷം രൂപ വില വരുന്ന ഇലക്ട്രോണിക് ഉപകരണം മോഷ്ടിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ. ചെറുപ്പളശ്ശേരി നെല്ലായ മഞ്ചക്കല്ല് കുണ്ടിൽ വീട്ടിൽ ഹാരിസ് ആണ് പിടിയിലായത്. ജൂൺ 25-ന് വല്ലപ്പുഴ ചുങ്കപ്ലാവിൽ ജാഫർ അലിയുടെ ഉടമസ്ഥതയിലുള്ള ഫ്രണ്ട്സ് ഇവന്റ് മാനേജ്മെന്റ് സ്ഥാപനത്തിന്റെ ഷട്ടറും ക്യാബിന്റെ ചില്ലും തകർത്ത് അകത്ത് കയറിയ പ്രതി കടയിലുണ്ടായിരുന്ന 1.5 ലക്ഷം രൂപ വിലമതിക്കുന്ന സൗണ്ട് മിക്സർ മോഷ്ടിക്കുകയായിരുന്നു. കടയുടമ നൽകിയ പരാതിയെ തുടർന്ന് പോലീസ് പ്രതിയെ പിടികൂടി. 2 വർഷത്തോളം ഇതേ സ്ഥാപനത്തിൽ ജോലിക്കാരനായിരുന്ന പ്രതി മാസങ്ങൾക്ക് മുമ്പ് ഒരു ജനറേറ്റർ കൊണ്ടുവന്ന് ഉടമയ്ക്ക് വിറ്റിരുന്നു. ഇതിൽ 5000 രൂപ കടയുടമ പ്രതിക്ക് നൽകാനുണ്ടായിരുന്നു. ഇത് തിരിച്ചു ചോദിക്കാൻ കടയുടമയെ ഫോണിൽ വിളിച്ചപ്പോൾ ഉടമ ഫോൺ എടുത്തില്ല എന്ന കാരണത്തിലാണ് കടയിൽ കയറി മോഷ്ടിച്ചതെന്നാണ് പ്രതി പോലീസിന് നൽകിയ മൊഴി. മോഷ്ടിച്ച സാധനങ്ങൾ പോലീസ് കണ്ടെടുത്തു. പ്രതിക്ക് മുമ്പ് ചെർപ്പളശ്ശേരി സ്റ്റേഷനിൽ കേസുകളുണ്ടെന്ന് പോലീസ് പറഞ്ഞു. ഇൻസ്പെക്ടർ V. രവികുമാർ, SI P. സേതുമാധവൻ, ASI K. അനിൽകുമാർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ T. റിയാസ്, സജീഷ് എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ പിടികൂടിയത്. അറസ്റ്റ് ചെയ്ത പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ.
മണ്ണൂർ പള്ളിപ്പടി തറ റോഡിന്റെ നിർമ്മാണ പ്രവൃത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് മുസ്ലിം ലീഗിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ റോഡ് ഉപരോധിച്ചു. പഞ്ചായത്ത് അംഗം VM അൻവർ സാദിഖ് ഉദ്ഘാടനം ചെയ്തു. വർഷങ്ങളായി തകർച്ചയിലായ പാതയിൽ യാത്ര ദുഷ്കരമാണ്. പള്ളിക്ക് സമീപവും റോഡ് തകർന്ന വെള്ളക്കെട്ട് രൂപപ്പെട്ടതോടെ മദ്രസ വിദ്യാർത്ഥികൾക്കും പള്ളിയിലെത്തുന്നവർക്കും ഏറെ ദുരിതമായി. ഇതേ തുടർന്നാണ് ലീഗ് പ്രവർത്തകർ റോഡ് ഉപരോധിച്ചത്. മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് അംഗവും മുസ്ലിം ലീഗ് കോങ്ങാട് മണ്ഡലം സെക്രട്ടറിയുമായ VM അൻവർ സാദിഖ് സമരം ഉദ്ഘാടനം ചെയ്തു. കാലങ്ങൾ ഒരുപാട് തവണയായി നമ്മൾ ഈ റോഡിന് വേണ്ടി സമരം ചെയ്യുന്നത്. ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഉപവാസ സമരം നടത്തി നമ്മൾ. അതിന്റെ ഫലമായി നാളെ റോഡ് നേരാക്കുമെന്ന് പറഞ്ഞു വന്ന ഭരണസമിതിയും അതുപോലെയുള്ള ഇവിടെയുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും വർഷങ്ങൾ ഒന്ന് കഴിഞ്ഞിട്ടും ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അവസാനം ഈ റോഡിന് വേണ്ടി ഫണ്ട് വെച്ചു. സാങ്കേതിക തടസ്സങ്ങൾ പറഞ്ഞ് മാർച്ചിന് മുമ്പ് തീർക്കേണ്ട പണി ജൂൺ കഴിഞ്ഞിട്ടും ഇതിന്റെ പണി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. ഓരോരോ സാങ്കേതിക കാര്യങ്ങൾ പറഞ്ഞ് നീട്ടിക്കൊണ്ടുപോവുകയാണ്. അവസാനം ടെൻഡർ കഴിഞ്ഞു കോൺട്രാക്ടറെ കൊണ്ട് യഥാവിധി പണി ചെയ്യിപ്പിക്കാൻ കഴിയാതെ, ഉദ്യോഗസ്ഥരെ കൊണ്ട് യഥാർത്ഥ രീതിയിൽ പണി ചെയ്യിപ്പിക്കാൻ കഴിയാതെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന ഭരണസമിതി, ഉദ്യോഗസ്ഥരെ മോണിറ്റർ ചെയ്യാൻ അറിയാത്ത പഞ്ചായത്ത് പ്രസിഡന്റ് KP മുനീർ അധ്യക്ഷത വഹിച്ചു. PM സാദിഖ് അലി, PM സുലൈമാൻ, CH ജബ്ബാർ, സൈഫുദ്ദീൻ, ഷമീർ, PU ഹക്കീം, ബഷീർ, നൂരിഷ, അലിയാർ എന്നിവർ പ്രസംഗിച്ചു. റോഡ് സഞ്ചാരയോഗ്യമാക്കാൻ ഉടൻ നടപടിയുണ്ടായില്ലെങ്കിൽ മണ്ണൂർ പഞ്ചായത്തിന് മുന്നിൽ സമരം ആരംഭിക്കുമെന്ന് ലീഗ് നേതാക്കൾ വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. 3 പഞ്ചായത്തുകൾക്കായി ആരംഭിച്ച ഞാവളിൻകടവ് കുടിവെള്ള പദ്ധതി മറ്റൊരു പഞ്ചായത്തിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ രഹസ്യ നീക്കമെന്ന് ആരോപണം. മുസ്ലിം ലീഗാണ് പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. മണ്ണൂർ പഞ്ചായത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിക്കാതെയാണ് സമീപത്തെ ലക്കിടിപ്പേരൂർ ഗ്രാമപഞ്ചായത്തിലേക്ക് കൂടി പദ്ധതി നീട്ടാൻ ശ്രമം നടക്കുന്നതെന്ന് മുസ്ലിം ലീഗ് ആരോപിക്കുന്നു. കുടിവെള്ളം നൽകുന്നതിന് ലീഗ് എതിരല്ല. മണ്ണൂർ പഞ്ചായത്തിൽ പ്രവൃത്തികൾ പൂർത്തീകരിച്ച ശേഷമായിരിക്കണം ഇത്. മണ്ണൂർ, മങ്കര, കേരളശ്ശേരി ഗ്രാമപഞ്ചായത്തുകൾക്കായാണ് 26 കോടി രൂപ ചെലവിൽ നബാർഡ് സഹായത്തോടെ പദ്ധതി ആരംഭിച്ചത്. എന്നാൽ വർഷങ്ങളായി പദ്ധതി ഇഴഞ്ഞു നീങ്ങുകയാണ്. മണ്ണൂർ പഞ്ചായത്തിൽ തന്നെ ഏകദേശം 3000-ഓളം കണക്ഷൻ ഇനിയും കൊടുത്തിട്ടില്ല. പൈപ്പിടൽ പ്രവൃത്തികൾ പൂർണ്ണമായിട്ടില്ല. ഇങ്ങനെയിരിക്കെയാണ് മറ്റൊരു പഞ്ചായത്തിലേക്ക് പൈപ്പ് നീട്ടി കണക്ഷൻ നൽകാൻ ശ്രമം നടക്കുന്നത്. സംഭവം പ്രദേശവാസികൾ അറിഞ്ഞതോടെ നാട്ടുകാർ തടയുകയും അവിടെയുള്ളവർ പ്രതിഷേധം അറിയിക്കുകയും ചെയ്തിരുന്നതായി മുസ്ലിം ലീഗ് നേതാവ് VM അൻവർ സാദിഖ് പറഞ്ഞു. വിഷയം സബ് കളക്ടറുടെ മുമ്പാകെ എത്തുകയും ചെയ്തിരുന്നു. മണ്ണൂരിലെ മുഴുവൻ കണക്ഷനുകളും നൽകിയ ശേഷം ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലേക്ക് പദ്ധതി നീട്ടുന്നതിനോട് എതിർപ്പില്ലെന്നും സാദിഖ് അറിയിച്ചു. തുടർ നടപടിക്ക് തുനിഞ്ഞാൽ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുമെന്നും അൻവർ സാദിഖ് വ്യക്തമാക്കി. മണ്ണൂർ പഞ്ചായത്തിലെ ജനങ്ങളെ അവഹേളിക്കുന്ന, കുടിവെള്ളം ഇവിടെ മുഴുവൻ കൊടുക്കാതെ ജനങ്ങളുടെ ഈ പ്രശ്നം പരിഹരിക്കാതെ ലക്കിടിപ്പേരൂർ പഞ്ചായത്തിലേക്ക് കുടിവെള്ളം ഈ പ്ലാന്റിൽ നിന്ന് കൊണ്ടുപോകുന്നത് ശക്തമായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് അതിന് നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായി, രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ രാഷ്ട്രീയപരമായി അതിനെ എതിർക്കുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിരവധി ആളുകളാണ് നമ്മളെ വിളിച്ച് ഈ കാര്യം പറഞ്ഞ് ബന്ധപ്പെടുന്നത്. മണ്ണൂർ പഞ്ചായത്തിൽ പൂർണ്ണമായി കണക്ഷൻ കൊടുത്ത് കുടിവെള്ളം എല്ലാവരിലേക്കും എത്തിച്ചതിനു ശേഷം അതിനെക്കുറിച്ച് ആലോചിക്കുക എന്നല്ലാതെ ഭാഗികമായി മണ്ണൂർ പഞ്ചായത്തിൽ കണക്ഷൻ കൊടുത്ത് ബാക്കി ലക്കിടിപ്പേരൂരിലേക്ക് കൊണ്ടുപോകുന്നത് മണ്ണൂർ പഞ്ചായത്തിലെ ജനങ്ങളോട് കാണിക്കുന്ന വളരെയധികം ധിക്കാരമാണ്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കനത്ത മഴയിൽ കോട്ടായിയിൽ വീട് തകർന്നു. പഞ്ചായത്തിലെ 11-ാം വാർഡിൽ മാരിയമ്മൻ കോവിൽ പരിസരത്ത് കുന്നംപറമ്പിൽ ഉല്ലാസിന്റെ വീടാണ് തകർന്നത്. ഓടുമേഞ്ഞ വീടാണിത്. വീട് തകർന്നതോടെ അന്തി ഉറങ്ങാൻ ഇടമില്ലാതെ കുടുംബം പെരുവഴിയിലാണ്.
വടനം കൃഷിയിൽ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടെ കടപുഴകിയ മരം ദേഹത്ത് വീണ് തൊഴിലാളിക്ക് ദാരുണാന്ത്യം. എളുമ്പുലാശ്ശേരി വാക്കടപ്പുറം വയലാനി വീട്ടിൽ അനീഷാണ് മരിച്ചത്. വാടാനംകുറിശി കുഴിയാനംകുന്നിൽ ഉനൈസിന്റെ ഉടമസ്ഥതയിലുള്ള തോട്ടത്തിലാണ് അപകടം. കാലാവധി കഴിഞ്ഞ റബ്ബർ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതിനിടെ സമീപത്തുള്ള മറ്റൊരു മരം കടപുഴകി അനീഷിന്റെ ദേഹത്ത് വീഴുകയായിരുന്നു. കൂടെയുണ്ടായിരുന്ന തൊഴിലാളികൾ വാണിയംകുളം സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. നെഞ്ചിനും വാരിയലിനുമാണ് ഗുരുതരമായി പരിക്കേറ്റത്. ദേവിയാണ് ഭാര്യ. ആദർശ്, അവിനാശ് എന്നിവർ മക്കളാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ശമ്പള കുടിശ്ശിക ഉടൻ നൽകാമെന്ന് ട്രസ്റ്റി ബോർഡിന്റെ ഉറപ്പ്. മണ്ണൂർ കൈമകുന്നത്തുകാവ് ക്ഷേത്ര മൈതാനിയിൽ വെളിച്ചപ്പാടും ഭാര്യയും ആരംഭിച്ച ഉപവാസ സമരം അവസാനിപ്പിച്ചു. രാവിലെ 8:30യോടെയാണ് ശമ്പളം ആവശ്യപ്പെട്ട് വെളിച്ചപ്പാട് ചന്ദ്രമോഹനും ഭാര്യയും ക്ഷേത്ര മൈതാനിയിൽ ഉപവാസ സമരം ആരംഭിച്ചത്. മാസങ്ങളായി ശമ്പളം ലഭിക്കുന്നില്ലെന്നാരോപിച്ചാണ് മണ്ണൂർ കൈമകുന്നത്തുകാവിലെ വെളിച്ചപ്പാട് ചന്ദ്രമോഹനനും ഭാര്യയും ക്ഷേത്ര മൈതാനിയിൽ ഉപവാസ സമരം ആരംഭിച്ചത്. ക്ഷേത്രത്തിൽ പ്രതിഷ്ഠാ ദിനാഘോഷം നടക്കുന്ന ദിവസത്തിലാണ് വെളിച്ചപ്പാടും ഭാര്യയും ക്ഷേത്ര മൈതാനത്ത് ഉപവാസം നടത്തിയത്. രാവിലെ 8:30യോടെ സമരം ആരംഭിച്ചു. 1 മണിക്കൂർ പിന്നിട്ടപ്പോഴേക്കും ട്രസ്റ്റി ബോർഡ് ശമ്പളം നൽകാമെന്ന് ഉറപ്പു നൽകിയതിനെ തുടർന്ന് ഇരുവരും സമരം അവസാനിപ്പിച്ചു. ഞാൻ ഇന്ന് ചെയ്തു വരുന്ന ഉപവാസ സമരം ഭക്തജനക്കൂട്ടായ്മയുടെയും എൻ്റെയും പേരിൽ ചെയ്തു വരുന്നിരുന്ന ഉപവാസ സമരം ട്രസ്റ്റി ബോർഡിന് ഒരു ഭാഗം ശമ്പളം അനുവദിച്ചു തരികയും ആയതുകൊണ്ട് ഈ സമരം അവസാനിപ്പിക്കുകയും ചെയ്യുന്നു. ഹിന്ദു ഐക്യവേദി സംസ്ഥാന സെക്രട്ടറി ശ്രീരാമൻ നാരങ്ങാനീര് നൽകിയാണ് ഉപവാസം അവസാനിപ്പിച്ചത്. വെളിച്ചപ്പാടിന് പിന്തുണയുമായി ഭക്തജന കൂട്ടായ്മ ഭാരവാഹികളും എത്തിയിരുന്നു. എൻ തങ്കപ്പൻ, രാജേഷ് പൊതിയത്ത്, ദിവ്യ കേരളശ്ശേരി എന്നിവർ മാനേജിംഗ് ട്രസ്റ്റിയുമായി നടത്തിയ ചർച്ചയിലാണ് സമരത്തിന് ഒത്തുതീർപ്പായത്. ഏതാണ്ട് 1.5 മാസക്കാലം ഇവിടെ പൂത്തുതാൽപ്പര്യമാണ്. നിരവധിയായിട്ടുള്ള ഭക്തജനങ്ങൾ നിർലോഭമായ സഹായം ചെയ്യുന്നുണ്ട്. പൈസക്കൊന്നും യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷെ എന്താണ് ഇവിടെ ബുദ്ധിമുട്ടുകൾ എന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. അതുകൊണ്ട് നമ്മുടെ ക്ഷേത്രം ഒരു പ്രശ്നമായ പ്രദേശമായി ഒരിക്കലും മാറരുത്. സമ്പാട്ടിയെ നമ്മുടെ വെളിച്ചപ്പാട് എന്ന് പറഞ്ഞാൽ ഒരു ഭഗവതിയുടെ പ്രതിരൂപമാണ്. ആ പ്രതിരൂപമായിട്ടുള്ള വെളിച്ചപ്പാട് കോപിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ദുഃഖിച്ചു കഴിഞ്ഞാൽ അത് ആ അമ്മയുടെ ദുഃഖം പോലെ തന്നെ മാറും. അതുകൊണ്ട് ഈ തട്ടകത്തിലുള്ള എല്ലാവരും തന്നെ ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും തീർക്കാൻ വേണ്ടി ഭക്തജനങ്ങളായ അമ്മയുടെ മക്കളായ നമ്മളെല്ലാവരും മുന്നോട്ട് വരേണ്ടതുണ്ട്. പുറത്തേക്കും അകത്തേക്കും വല്ലാത്ത അവസ്ഥയിൽ ആക്കി തീർത്തതിൽ അവരടുത്ത് വന്ന തെറ്റുകൾ തന്നെയാണ്. ഭക്തജന കമ്മിറ്റിക്ക് യാതൊരു വിധത്തിലുള്ള ദേഷ്യമോ ട്രസ്റ്റി ബോർഡിനോടോ ക്ഷേത്രത്തിനോടോ ഇല്ല. ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന പരിപാടികൾ വളരെ ഭംഗിയായി നടക്കണമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതിന്റെ ഭാഗമായി തീരാൻ ഞങ്ങൾ എല്ലാവരും ഇന്നിവിടെ ഒത്തുകൂടിയിട്ടുണ്ട്. മങ്കര പോലീസും കല്ലേക്കാട് നിന്നുള്ള പോലീസ് സംഘവും സ്ഥലത്തെത്തിയിരുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. മണ്ണൂർ കൈമകുന്നത്തുകാവിൽ പുനഃപ്രതിഷ്ഠാ ദിനം ആഘോഷിച്ചു. പ്രസാദ ഊട്ടിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. രാവിലെ കൈമുക്കുമന സുധീഷ് വാസുദേവൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പ്രത്യേക പൂജകൾ നടന്നു. തുടർന്ന് 9:30യോടെ പെരുവനം കുട്ടന്മാരാരും സംഘവും അവതരിപ്പിച്ച പാണ്ടിമേളം ആരംഭിച്ചു. പതിനൊന്ന് മണി മുതൽ പ്രസാദഊട്ട് തുടങ്ങി. രാവിലെ മുതൽ ക്ഷേത്രത്തിൽ വൻ ഭക്തജനത്തിരക്കാണ് അനുഭവപ്പെട്ടത്. ഏകദേശം 6000-ലേറെ പേർ പ്രസാദഊട്ടിൽ പങ്കെടുത്തു. അന്നദാനത്തിന് വിപുലമായ സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു. പഞ്ചാരിമേളം കാണാനും ഭക്തരുടെ വലിയ തിരക്കാണ് ക്ഷേത്രത്തിൽ ദൃശ്യമായത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കല ആഡംബര വസ്തുവല്ലെന്നും അതിജീവനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും ഭാവമാണെന്നും പൂക്കാസ സംസ്ഥാന സെക്രട്ടറി KEN കുഞ്ഞഹമ്മദ്. പുരോഗമന കലാസാഹിത്യ സംഘം ഒറ്റപ്പാലം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു KEN. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. രാഷ്ട്രീയ സാമ്പത്തിക മുന്നേറ്റത്തിനനുസരിച്ച് കേരളത്തിൽ സാംസ്കാരിക മുന്നേറ്റമുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് KEN കുഞ്ഞഹമ്മദ് ചൂണ്ടിക്കാട്ടി. മെച്ചപ്പെടാൻ വേണ്ടി മനുഷ്യർ നടത്തുന്ന ശ്രമങ്ങളാണ് കല. എന്നാൽ
അസ്വസ്ഥതയെയും മടുപ്പുകളെയും മാറ്റാനുള്ള ഒരു വസ്തുവായാണ് കലയെ ആളുകൾ കാണുന്നതെന്ന് കുഞ്ഞഹമ്മദ് പറഞ്ഞു. പുതിയ ബഹുമതിയാണ് ഞാൻ അപൂർവമായി പറയുന്നത്. നമ്മൾ കലയെക്കുറിച്ച് പറയുമ്പോൾ കല സത്യത്തിൽ അതിജീവനത്തിൻ്റെയും ആവിഷ്കാരത്തിൻ്റെയും ഭാഗമാണ്, ആഡംബരമല്ല. പക്ഷെ ഇന്ന് നമ്മളതിനെ ഒരു ആഡംബരമായിട്ടാണ്. ഒഴിവ് സമയത്ത് നമ്മുടെ അസ്വസ്ഥതകളെ മടുപ്പിനെ ഒക്കെ മറികടക്കാനുള്ള ഒന്നായിട്ടാണ് നമ്മൾ ഇന്ന് കലയെ കാണുന്നത്. പക്ഷെ ചരിത്രത്തിൽ കല അങ്ങനെ ആയിരുന്നില്ല. ഇന്നും മാറ്റം ആഗ്രഹിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കല ഒരു ആഡംബര വസ്തുവല്ല. ലോകപ്രശസ്ത ചിത്രകാരനായ കമ്മ്യൂണിസ്റ്റായ പിക്കാസോ അദ്ദേഹം പറയുന്നുണ്ട്. കണ്ണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന സെമിനാറിൽ സ്വാഗത സംഘം ചെയർമാൻ കെ ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സമഗ്ര സാഹിത്യ പുരസ്കാരം ലഭിച്ച KN കുഞ്ഞഹമ്മദിന് മേഖലാ പ്രസിഡന്റ് U ബാലചന്ദ്രൻ ഉപഹാരം നൽകി. ജില്ലാ സെക്രട്ടറി R ശാന്തകുമാരൻ, സംസ്ഥാന സമിതി അംഗങ്ങളായ E രാമചന്ദ്രൻ, രാജേഷ്, മേഖലാ സെക്രട്ടറി DB രഘുനാഥ്, MR മുരളി, ഗ്രന്ഥശാല സംഘം താലൂക്ക് സെക്രട്ടറി KP സുധീർ, ജയകൃഷ്ണൻ വല്ലപ്പുഴ, മണ്ണൂർ ചന്ദ്രൻ, രാജീവ് പിള്ളത്ത്, IM സതീശൻ, MP സുബിത, നന്ദിനി മോഹൻ, K ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സേവാഭാരതി പെരിങ്ങോട്ടുകുറിശി യൂണിറ്റ് വാർഷിക പൊതുയോഗം ചേർന്നു. പൊതുയോഗത്തിൽ വിവിധ മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. പൊതുയോഗം സേവാഭാരതി യൂണിറ്റ് അധ്യക്ഷ ചന്ദ്രിക ഗിരീഷ് ഉദ്ഘാടനം ചെയ്തു. എക്സിക്യൂട്ടീവ് അംഗം S സജീഷ് അധ്യക്ഷത വഹിച്ചു. ശ്രീജിത്ത് പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ പ്രകാശൻ വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. കെൽട്രോൺ തൊഴിലധിഷ്ഠിത കോഴ്സിൽ ഉന്നത വിജയം നേടിയവരെ ശങ്കർ അമ്പാട് അനുമോദിച്ചു. പുതിയ ഭാരവാഹികളുടെ തെരഞ്ഞെടുപ്പിന് ഖണ്ഡ് സേവാ പ്രമുഖ് നേതൃത്വം നൽകി. സംസ്ഥാന നിർവാഹക സമിതി അംഗം സീതാശങ്കർ സമാപന സന്ദേശം നൽകി. യൂണിറ്റ് സെക്രട്ടറി പാരിജാക്ഷൻ നന്ദി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷൊർണൂർ പ്രഭാതം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. SLC, +2 ഡിഗ്രി വിജയികളെയാണ് അനുമോദിച്ചത്. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ള പുതിയ പരിഷ്കാരം ഒരുപാട് മേഖലയിലെ വിദ്യാഭ്യാസ വിചക്ഷണന്മാർ ചർച്ച ചെയ്യുന്ന, വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് അടുത്തു നിൽക്കുന്നവർ അത് സംബന്ധിച്ചുള്ള പഠനങ്ങളും പരിശീലനങ്ങളും ഒക്കെ നടത്തി നിലവാരം മെച്ചപ്പെടുത്താൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ നമ്മുടെ നഗരസഭ തന്നെ വിദ്യാഭ്യാസ മേഖലയിലെല്ലാം ഇടപെടുന്നതിന്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള നമ്മുടെ എയ്ഡഡ് സ്കൂളുകൾക്ക് ഉൾപ്പെടെ അതിന്റെ സൗകര്യങ്ങൾ വിവരപ്പെടുത്താൻ സാധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടം കൂടിയാണ് നമുക്ക് മുന്നിലൂടെ കടന്നുപോയത്. വിജയികൾക്കുള്ള ഉപഹാരങ്ങൾ ചെയർമാൻ വിതരണം ചെയ്തു. ലൈബ്രറി പ്രസിഡന്റ് S കൃഷ്ണദാസ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC രാജൻ സ്വാഗതം പറഞ്ഞു. ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M പ്രശാന്ത്, വൈസ് പ്രസിഡന്റ് RG പിള്ള, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ R മണി, K സുരേഷ്, മനോജ് മാസ്റ്റർ, ശ്രീജ ഹരിദാസ്, മോനിഷ, ഷൊർണൂർ AUP സ്കൂൾ പ്രധാനാധ്യാപകൻ ഷാജി എന്നിവർ പ്രസംഗിച്ചു. ലൈബ്രറിയൻ CK ഗോവിന്ദൻകുട്ടി, റംല M തുടങ്ങിയവർ പങ്കെടുത്തു. ട്രഷറർ MC ശങ്കരൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കിളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരം 2025 സംഘടിപ്പിച്ചു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. പാഞ്ഞാൾ ഗ്രാമപഞ്ചായത്തിൽ SSLC +2 പരീക്ഷകളിൽ മുഴുവൻ വിഷയത്തിലും A+ നേടിയ വിദ്യാർത്ഥികളെയാണ് കിളിമംഗലം ചാലഞ്ചേഴ്സ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചത്. ആദരം 2025 ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. ഈ പ്രദേശത്ത് വരുന്ന ആളുകൾക്ക് വലിയ സഹായം ഉണ്ടായിട്ടാണ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ കിട്ടിയതല്ല, നേരത്തെ ധാരാളം ക്ലബിനെ കുറിച്ച് അന്വേഷിക്കാം. അപ്പോൾ ഒരു ക്ലബ്ബ് എന്ന് പറഞ്ഞാൽ അതവിടെ ഒരു കൂട്ടം ചെറുപ്പക്കാരുണ്ട്. അവരുടെ സ്വന്തം കാര്യം നോക്കി കളിക്കുന്നതല്ല, നാടിൻ്റെ എല്ലാ വിഷയത്തിലും ഇടപെടുകയും ഞങ്ങൾ ഈ നാട്ടിലെ നല്ല കാര്യത്തിലെല്ലാം കൂടെ കൊണ്ട് എന്ന് പൊതുജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ക്ലബ്ബ് പ്രസിഡന്റ് അനൂപ് മാത്യു അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ നിർമ്മല രവികുമാർ, സജി ജോസഫ്, വിപിൻ പേരോത്ത്, രാഹുൽ,
ലാൽകൃഷ്ണ, അജയ്, സന്തോഷ്, റെജി ജോസ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. മങ്കര കല്ലൂർ 14-ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റി അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി KA തുളസി ഉദ്ഘാടനം ചെയ്തു. മാത്രം നിറഞ്ഞതായിരിക്കും നമ്മുടെ ജീവിതം എന്നുള്ളത് ഏതെങ്കിലും ഒരു മതമോ ഏതെങ്കിലും ഒരു ദൈവമോ നമുക്ക് ഒരിക്കലും ഉറപ്പ് തന്നിട്ടില്ല. അപ്പോൾ ജീവിതമാണ് എങ്കിൽ അവിടെ ദുഃഖമുണ്ടാകും, അവിടെ സുഖമുണ്ടാകും, സന്തോഷമുണ്ടാകും, വേദനയുണ്ടാകും, കണ്ണുനീരുണ്ടാകും. ഏതൊരവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാലും അതിനെയൊക്കെ ആത്മധൈര്യത്തോടെ മറികടക്കാനുള്ള ഒരു വിവേചന ബുദ്ധി നമുക്ക് തരണമേ എന്ന് എല്ലാ ദിവസവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം. പക്വതയോടുകൂടി പെരുമാറാനുള്ള വലിയ ഒരു സൗഭാഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കാരണം നമ്മുടെ വായിൽ നിന്ന് പോകുന്ന ഒരു വാക്കും നമുക്ക് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കില്ല. ഒരുപക്ഷെ 2 അടി കിട്ടിയാൽ നമ്മൾ മറക്കും, അത് കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ വേദന മാറുമ്പോൾ നമ്മളത് മറക്കും. പക്ഷേ നമ്മുടെ വായിൽ നിന്ന് പോകുന്ന വാക്ക് അത് മറ്റുള്ളവരെ അവരുടെ മനസ്സിനെ വേദനിപ്പിച്ചാൽ അത് പെട്ടെന്ന് നമുക്ക് മറക്കാനായിട്ട് സാധിക്കില്ല. അതുകൊണ്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന സമയത്ത് സ്നേഹത്തോടെ, ബഹുമാനത്തോടെ, സൗഹൃദത്തോടെ നിങ്ങൾക്ക് ഇടപെടാനായിട്ട് സാധിക്കട്ടെ. ജീവിതം. അനുമോദന സദസ്സിൽ AM ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. മാധ്യമപ്രവർത്തകൻ മൊയ്തീൻകുട്ടിയെ KA തുളസി ടീച്ചർ ഉപഹാരം നൽകി ആദരിച്ചു. ബ്ലോക്ക് മെമ്പർ ജിത്തു പൊന്നാട അണിയിച്ചു. SSLC പരീക്ഷയിൽ A+ നേടിയവരെയും മറ്റ് വിജയികളെയും ഉപഹാരം നൽകി ആദരിച്ചു. CK ദേവദാസ്, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് C വിനയൻ, മണ്ഡലം പ്രസിഡന്റ് N അച്യുതൻകുട്ടി, ബ്ലോക്ക് മെമ്പർ A ജിത്തു, വാർഡ് മെമ്പർ MV രമേഷ്, NK അഖിൽ, കുട്ടൻ കാലടി, ഹക്കീം കല്ലൂർ, മണിക്കുട്ടൻ, AM ഗിരീഷ്, രാമചന്ദ്രൻ, AV വിനോദ് എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ചുടുവാലത്തൂർ ചക്കുന്നത്ത് രാമചന്ദ്രൻ നായർ സാംസ്കാരിക കേന്ദ്രം ജനകീയ വായനശാലയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സും ലഹരി വിരുദ്ധ ക്യാമ്പയിനും സംഘടിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. വായനശാല പ്രസിഡന്റ് KN സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജ്മോഹൻ ലഹരി വിരുദ്ധ ക്ലാസ് എടുത്തു. ചടങ്ങിൽ മിസ്റ്റർ ആൻഡ് മിസ് സൗത്ത് ഇന്ത്യൻ ചാമ്പ്യൻഷിപ്പിൽ സിൽവർ മെഡൽ നേടിയ ഗായത്രി കൃഷ്ണയെ ആദരിച്ചു. വായനശാല പരിധിയിൽ 2025 SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. വാർഡ് കൗൺസിലർ KM ലത, താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം M പ്രശാന്ത്, മുൻ നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KN അനിൽകുമാർ, വായനശാല സെക്രട്ടറി K വിനോദ്, ട്രഷറർ KP ശങ്കരനാരായണൻ എന്നിവർ പ്രസംഗിച്ചു. ചടങ്ങിൽ പങ്കെടുത്തവർ ലഹരി വിരുദ്ധ പ്രതിജ്ഞയെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പനയൂർ എടക്കോട് നവോദയ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. ചെറുപ്പളശ്ശേരി സെയിൻസ് കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് എടക്കോട് പനയൂർ നവോദയ വായനശാലയുടെ നേതൃത്വത്തിൽ സൗജന്യ നേത്രപരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചത്. നിരവധി പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നവോദയ സെക്രട്ടറി M സേതു, പ്രസിഡന്റ് M സുരേന്ദ്രൻ, എക്സിക്യൂട്ടീവ് അംഗങ്ങളായ K ഉദയൻ, P ജയദേവൻ, ആദിത്യൻ, KR വിവേക്, VP മുഹമ്മദ് ഷിഹാബ്, ആശുപത്രി മാർക്കറ്റിംഗ് മാനേജർ മുഹമ്മദ് അസ്ലഹ്, ഡോക്ടർ റിയ, ലൈബ്രറിയൻ സൗമ്യ തുടങ്ങിയവർ പങ്കെടുത്തു. നവോദയ എടക്കോട് പനയൂരുള്ള വായനശാലയിൽ സയൻസ് കണ്ണാശുപത്രി ചെറുപ്പശ്ശേരിയുമായി ചേർന്ന് നമ്മളിവിടെ ഒരു സൗജന്യ നേത്രരോഗ തിമിര ശസ്ത്രക്രിയയുടെ ഭാഗമായി ഒരു ക്യാമ്പ് നടക്കുകയാണ്. ഈ നാട്ടിലെ എല്ലാ ജനങ്ങൾക്കും ഉപകാരപ്രദമാകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രവൃത്തിയാണ്. ആളുകളുടെ സഹകരണവും കാര്യങ്ങളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് വായനശാലയുടെ വിവിധ പരിപാടികളിൽ ഒരു പരിപാടിയായിട്ടാണ് ഇത് നടക്കുന്നത്. സയൻസ് ആശുപത്രിയിലെ വിദഗ്ധ സംഘം പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. സീനിയർ സിറ്റിസൺസ് ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ഒറ്റപ്പാലം പാലപ്പുറം യൂണിറ്റുകളുടെ കൺവെൻഷൻ ചിനക്കത്തൂർ ദേശം പൂര കമ്മിറ്റി ഹാളിൽ ചേർന്നു. ജില്ലാ സെക്രട്ടറി MA പൊന്മല മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് പുത്തൻവീട്ടിൽ ശശിധരൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി A പ്രഭാകരൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി ചന്ദ്രൻ K മുണ്ടായ, VA ശങ്കരനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ഏകദേശം ഒരു കൊല്ലക്കാലമായി സജീവമായിട്ടുള്ള രംഗത്തും ഇല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ ഞാനത് എൻ്റെ കാര്യങ്ങളെല്ലാം തന്നെ സെക്രട്ടറി ഞാനായിരുന്നു, പ്രസിഡന്റ് നമ്മുടെ കേസരിയനായിരുന്നു, പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് ശശിയെയും ഉണ്ണീഷിനെയും വിളിച്ച്, ശശി മാഷയെയും വിളിച്ച്
ഈ തൽക്കാലം ആർക്കെങ്കിലും ചുമതല കൊടുക്കണമെന്ന് പറഞ്ഞു. 7-അംഗ കമ്മിറ്റിയെയും 27-അംഗ പ്രവർത്തക സമിതിയെയും തെരഞ്ഞെടുത്തു. പാലപ്പുറത്ത് വയോജന പാർക്ക് നിർമ്മിക്കണമെന്നും വയോജന വിശ്രമ കേന്ദ്രം, പകൽ വീട് എന്നിവ സ്ഥാപിക്കണമെന്നും ചിനക്കത്തൂർ അമ്പലത്തിന് കുറുകെയുള്ള മെയിൻ റോഡിൽ അപകടങ്ങൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ റോഡ് മുറിച്ചു കടക്കുന്നതിന് സുരക്ഷാ മാർഗങ്ങൾ ഏർപ്പെടുത്തണമെന്നും സമ്മേളനം ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മാറ്റുലി സാധാരണ പാർട്ടി അംഗത്തിൽ നിന്ന് പോലും ഉണ്ടാകാൻ പാടില്ലാത്ത പ്രസ്താവനയാണ് RSS സഹകരണവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ നടത്തിയതെന്ന് CPIM സംസ്ഥാന കമ്മിറ്റി യോഗത്തിൽ P. ജയരാജൻ വിമർശിച്ചതായി റിപ്പോർട്ടുണ്ട്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ MV ഗോവിന്ദന്റെ പ്രസ്താവന LDFന് എത്രമാത്രം തിരിച്ചടിയായി? മാറ്റുലിയിലേക്ക്. മാഷയുടെ പ്രസ്താവന ഒരിക്കലും പാർട്ടിക്ക് അതൊരു തിരിച്ചടി അല്ല. പ്രത്യേകിച്ച് നിലമ്പൂർ മണ്ഡലം കാലങ്ങളായിട്ട് UDFന്റെ ലീഗിൻ്റെ കോട്ടപ്പെട്ടതാണ്. ആ നിലയിൽ അവരവിടെ വിജയിച്ചു. അത് ജമാഅത്തെ ഇസ്ലാമി പോലുള്ള വർഗീയ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് അവർ ഉണ്ടാക്കിയതാണ്. ഇടതുപക്ഷത്തിൻ്റെ കാര്യത്തെ എല്ലായ്പ്പോഴും കേരളത്തിൽ തെളിഞ്ഞു നിന്നുണ്ട്. ഒരിക്കൽ പോലും ഒരു ജാതി മത വർഗീയ സംഘടനകളുടെയും ശക്തികളുടെയും വോട്ട് നേടി വിജയിക്കേണ്ട 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാലും ഒരു ജാതിമത വർഗീയ കക്ഷികളുടെയും വോട്ടോട് കൂടിയിട്ടുള്ള വിജയം ആവശ്യമില്ല എന്ന് ആവർത്തിച്ച് പാർട്ടി മുൻപും ഇപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. വലതുപക്ഷ വ്യതിയാനമുള്ള മാധ്യമങ്ങൾ ഇത്തരം വാർത്തകളെ സാന്ദർഭികമായി വളച്ചൊടിച്ചതാണ് കാരണമായിട്ട്. MV ഗോവിന്ദൻ മാസ്റ്റർ പ്രസ്താവന പാർട്ടിക്ക് ഒരിക്കലും ഒരു തിരിച്ചടിയല്ല. അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം വളർത്തിയെടുത്ത് ചില കുൽസിത ശക്തികൾ വേണ്ടാത്ത രീതിയിലുള്ള പ്രചരണം നടത്തിയതാണ്. അത് ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിലെന്താണെന്ന് വെച്ചൊരു കാര്യം, സത്യം ചെരുപ്പിടുമ്പത്തിന് നുണ ലോകം ചുറ്റെന്ന് പറഞ്ഞ മാതിരിയുള്ള സംഭവമാണ് നടന്നിട്ടുള്ളത്. ജനങ്ങളെ തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ തന്നെ മുഴുവൻ ആളുകളും പാർട്ടിക്ക് പിന്തുണ നൽകുന്നതന്നെയാണ് അതിനെപ്പറ്റി പറയുന്നത്. മാറ്റുലി. പ്രധാന വാർത്തകൾ വീണ്ടും. തൃശൂർ പുതുക്കാട് നവജാത ശിശുക്കളുടെ മരണം. 2ാമത്തെ കുട്ടിയെ കൊന്നു കുഴിച്ചു മൂടിയതെന്ന് പോലീസ്. കമിതാക്കൾ കസ്റ്റഡിയിൽ. വിശദമായ അന്വേഷണം പുരോഗമിക്കുന്നു. ആനുകൂല്യങ്ങൾക്കും സബ്സിഡികൾക്കും തടസ്സമാകുന്നത് കേന്ദ്ര നയങ്ങളെന്ന് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടി. കേന്ദ്ര നയങ്ങൾ നടപ്പാക്കാതിരിക്കാൻ സംസ്ഥാനങ്ങൾക്ക് കഴിയില്ലെന്നും മന്ത്രി. പാലക്കാട്ട് ചെറുകിട റൈസ്, ഫ്ലോർ ആൻഡ് ഓയിൽ മില്ലേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനം. ഇടവക വികാരിക്ക് സസ്പെൻഷൻ. ഷൊർണൂർ CSI പള്ളിയിൽ വിശ്വാസികളുടെ പ്രതിഷേധം. ആരാധനയിൽ നിന്ന് 70ഓളം പേർ വിട്ടുനിന്നു. ശമ്പള കുടിശ്ശിക ഉടൻ നൽകുമെന്ന ക്ഷേത്രം അധികൃതരുടെ ഉറപ്പിൽ. മണ്ണൂർ കായ്മകുന്നത്തുകാവിലെ പ്രതിഷ്ഠാ ദിനത്തിൽ ക്ഷേത്രം വെളിച്ചപ്പാടും ഭാര്യയും നടത്തിയ ഉപവാസ സമരം അവസാനിപ്പിച്ചു. നിലമ്പൂരിലെ തോൽവി ഭരണവിരുദ്ധ വികാരമല്ലെന്ന CPM നിലപാടിനെ തള്ളി CPI നേതാവ് പന്ന്യൻ രവീന്ദ്രൻ നടത്തിയ തുറന്നുപറച്ചിൽ LDFൽ ചർച്ചയാകും. പന്ന്യന്റെ വിമർശനം CPI സമ്മേളനങ്ങളിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ. നിലമ്പൂരിലെ പരാജയം ഭരണവിരുദ്ധ വികാരം തന്നെയെന്ന് പന്ന്യൻ രവീന്ദ്രൻ തുറന്നു പറഞ്ഞത് പറളിയിൽ നടന്ന CPI പാലക്കാട് മണ്ഡലം സമ്മേളനത്തിൽ. ഓങ്ങല്ലൂരിൽ മോഷണം തുടർക്കഥയാകുന്നു. മഞ്ഞളുങ്ങലിൽ വീട് കുത്തി തുറന്ന് കവർച്ച. ചാവക്കാട്ട് കന്നുകാലി കച്ചവടത്തിന്റെ മറവിൽ ലഹരി വിൽപ്പന പതിവാക്കിയ യുവാവ് എക്സൈസിന്റെ പിടിയിൽ. വാഴക്കോട് പ്ലാഴി സംസ്ഥാന പാതയിൽ സ്കൂട്ടർ തോട്ടിലേക്ക് മറിഞ്ഞ യുവാവിന് ദാരുണാന്ത്യം. അപകടം ചേലക്കോടിന് സമീപം ഇന്നലെ അർദ്ധരാത്രിയോടെ. മരിച്ചത് വെങ്ങാനല്ലൂർ സ്വദേശി മിഥുൻ. കല ആഡംബര വസ്തുവല്ലെന്നും അതിജീവനത്തിന്റെ ആയുധമാണെന്നും പൂക്കാസ സംസ്ഥാന സെക്രട്ടറി പ്രൊഫസർ KEN കുഞ്ഞഹമ്മദ്. മെച്ചപ്പെടാനുള്ള മനുഷ്യന്റെ ശ്രമമായും കലയെ നിർവചിക്കാം. കേരളം പ്രത്യക്ഷത്തിനപ്പുറം എന്ന വിഷയത്തിൽ ഒറ്റപ്പാലത്ത് പുരോഗമന കലാസാഹിത്യ സംഘം സെമിനാർ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.